ഹല്ലേലൂയ, ആമേൻ. എന്നാൽ വചനത്തിലെ സത്യം നമ്മൾ അറിയുകയും അത് നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എത്രക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഈ സാമ്പത്തികത്തിൽ വിടുതൽ വേണ്ടവരൊന്ന് കൈ ഉയർത്താമോ? ഹല്ലേലൂയ, ആമേൻ. പലരും അത് വേണ്ട എന്ന് പുറമേ പറയും, പക്ഷെ എല്ലാവർക്കും ആവശ്യമാണ്, അല്ലേ? അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു റിയാലിറ്റിയാണ്. അതിൽ നമ്മൾ മുഖം പൊത്തിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ നടന്നേ പറ്റൂ, ആമേൻ. അതിനകത്ത് വചനത്തിൽ അനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്ന് തോന്നുന്നു, പലരും ഒരു പഠിപ്പിക്കലുണ്ട്, തെറ്റായ ചിന്താഗതികളുണ്ട്. പണം അധികമുള്ളത് പാപിയാണ്, അല്ലെ പാപമാണ്, തെറ്റാണ് എന്നൊക്കെ ഒരു ധാരണ പലപ്പോഴും നമ്മളുടെ ഇടയിൽ കേൾക്കാറുണ്ട്. കേട്ടിട്ടുള്ളവരായിരിക്കാം. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല? ആമേൻ. ഓക്കെ, നല്ല കാര്യം. ശരിക്കും അങ്ങനെയുള്ള ചില പഠിപ്പിക്കലുകളൊക്കെ ഉണ്ട്. ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെയാണ്. കഷ്ടതയുണ്ട്, ശരിയല്ലേ? കഷ്ടതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, സത്യമാണ്, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ആമേൻ. നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ അനുഗ്രഹമാണ് എല്ലാ രീതിയിലും. അത് സാമ്പത്തികത്തിൽ മാത്രം, എല്ലാ രീതിയിലും അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ, ആമേൻ. വചനത്തിൽ അത് തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, എന്നാൽ അടുത്ത തലത്തിൽ ജോസഫിനെ അനുഗ്രഹിച്ച ദൈവം, ദാവീദിനെ അനുഗ്രഹിച്ച ദൈവം, ഇയ്യോബിനെ അനുഗ്രഹിച്ച ദൈവം, ആമേൻ. തൻ്റെ ഭക്തന്മാരെ ഒക്കെ ദൈവം അനുഗ്രഹിച്ച ചരിത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ പലരും പറയും അതൊക്കെ പഴയ നിയമത്തിലല്ലേ, എന്നാൽ പുതിയ നിയമത്തിൽ വല്ലതും ഉണ്ടോ? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം യേശു കർത്താവ് എന്തുവാ ചെയ്യുന്നേ? ആദ്യത്തെ അത്ഭുതം, അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണത്തിന് എന്തോ ചെയ്തേ? അവൻ്റെ കുടുംബത്തിനകത്തെ കുറവിനെ അങ്ങ് നികത്തി. ഹല്ലേലൂയ, ആമേൻ. യേശു വന്നാ നിന്റെ കുറവങ്ങ് മാറും. ഹല്ലേലൂയ. നിന്റെ ശൂന്യത അങ്ങ് മാറും, ആമേൻ. ഒന്നാമത്തെ അത്ഭുതം എന്താ? ഏത് മേഖലയിലാണോ നിനക്ക് കുറവുള്ളത് അതിനെ എൻ്റെ ദൈവം അങ്ങ് നികത്തി. ഹല്ലേലൂയ. എൻ്റെ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാ, അനുഗ്രഹിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലോട്ട് വാ. എന്തോ ചെയ്യുന്നേ അവിടെ? പത്രോസിനോട് എന്തോ പറയുന്നേ? നിന്റെ വല എന്തോ ചെയ്യണം? നീ ആഴത്തിലേക്ക് ഒന്ന് ഇറക്കടാ, ആമേൻ. നിനക്ക് എന്തോ വരുമെന്നാ? പെരുത്ത മീൻകൂട്ടത്തെ ഞാൻ തരാം. ഹല്ലേലൂയ. എന്റെ ദൈവം എന്ത് ചെയ്യുമെന്നാ? അനുഗ്രഹിക്കുന്ന ദൈവമാ, വർദ്ധനവിന്റെ ദൈവമാ, വർദ്ധിപ്പിക്കുന്ന ദൈവമാ. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയണം. ഇല്ലാതെ പിശാചി എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ വിത്തിനെ എടുത്തു കളഞ്ഞിട്ട് എന്റെ ദൈവം ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോഴെങ്കിലും? ആമേൻ. ഒന്നുകൂടെ പറയാം, ആമേൻ. 5 അപ്പം കൊണ്ട് കർത്താവ് എന്തോ ചെയ്തേ? എന്തോ അവരുടെ ആവശ്യം? അവൻ അപ്പം വേണം, അവൻ്റെ വിശപ്പ് മാറ്റണം. ഹല്ലേലൂയ. അവിടെ എന്തോ ചെയ്തേ? 5 അപ്പം കൊണ്ട് 5000 എന്തോ മൾട്ടിപ്ലിക്കേഷൻ അവിടെ നടന്നേ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലോട്ട് വാ.
യേശു അത്ഭുതങ്ങളിൽ അനുഗ്രഹിക്കുന്നതിൽ ഒന്നാമത് നിൽക്കുന്നേ. ഹല്ലേലൂയ. അവൻ വചനത്തിൽ ഇതിനകത്ത് പറയുന്ന മൊത്തവും എന്തുവാ? അനുഗ്രഹിക്കുന്ന ദൈവത്തെ പറ്റി പറയുക. അവൻ ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, വചനത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം അവൻ ചെയ്യുന്നുണ്ട്. ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ആമേൻ. കർത്താവ് അങ്ങനെ ചെയ്യുന്നെങ്കിൽ സഭ അങ്ങനെ പഠിപ്പിക്കണം. ആമേൻ. വേണ്ടേ? വേണോ? വേണോ? ആമേൻ. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ മാത്രമല്ല വിളിച്ചത്, നമ്മളൊരു അനുഗ്രഹമായിരിക്കണം. ഹല്ലേലൂയ. എന്താണ്? നമ്മളൊരു അനുഗ്രഹമായിരിക്കണം എന്ന് വെച്ചാൽ നമ്മളിലൂടെ അനുഗ്രഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. ഈ വൈഫൈ ഡിവൈസുകളൊക്കെ വെക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? പലയിടത്തോട്ടും ഈ ആക്സസ് കിട്ടുന്നത് പോലെ അമ്മ, നീ ഒരിടത്ത് ഇരുന്നാൽ അവർക്ക് അനുഗ്രഹം കിട്ടണം, നീ ഒരിടത്ത് കയറിയാൽ അവർക്ക് അനുഗ്രഹം കിട്ടണം. അവൻ അനുഗ്രഹത്തിൻ്റെ സ്രോതസ് നിന്നിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ സ്രോതസ് അവൻ ചിലതിനെ വിതരണം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൽ ആരൊക്കെ ഇതിനെ റിസീവ് ചെയ്യുന്നു? ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു വാക്യം വായിക്കാം, പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ച്. ആമേൻ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാമോ? എന്ത് വേണമെന്നാ? അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ഇത്ര നേരം നിങ്ങൾ ഹാപ്പി ആയിരുന്നു. ഇനിയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എന്താണ് ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് പറയുന്നത്? എന്താണ് യാക്കോബിനെ വിളിച്ച് ഇസഹാക്ക് പറയുന്നത്? ഇങ്ങനെയാ. ആമേൻ. അവനെ അനുഗ്രഹിച്ചവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, ഒരപ്പന് മകനോട് ആജ്ഞാപിക്കാൻ ബൈബിളിൽ എന്തുണ്ട്? വ്യവസ്ഥയുണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പന് മകനോടോ മകളോടോ ആജ്ഞ കൊടുക്കാൻ ബൈബിളിൽ വ്യവസ്ഥയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. പുറപ്പെട്ട് പർദ്ദനരാമിൽ നിന്റെ അമ്മയുടെ ആമേൻ ഭവനത്തിൽ ചെല്ലണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. നീ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നിനക്കെന്തുണ്ടാകട്ടത്? അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാകുകയും അബ്രഹാം തന്ന വാഗ്ദത്ത ദേശത്തെ കൈവശമാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. വചനത്തിൽ ഒരു വ്യവസ്ഥ ഇങ്ങനെയാണ്. ദൈവം നിനക്ക് വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നിനക്ക് അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില അനുഗ്രഹങ്ങൾ നിന്റെ മാതാപിതാക്കളെ നീ അനുസരിക്കുന്നതിലൂടെയാണ് നിന്നിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നു? നിന്റെ മാതാപിതാക്കളെ നീ അനുസരിക്കുന്നതിലൂടെയാണ് അവർ കൈമാറ്റം ചെയ്തു വച്ചിരിക്കുന്നത് നിന്നിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബ് എന്തു ചെയ്തു? ഇസഹാക്ക് എന്തു പറഞ്ഞോ അതുപോലെയാ യാക്കോബ് ചെയ്തത്. ആമേൻ. ഹല്ലേലൂയ. എന്തു പറഞ്ഞോ, ഒരു പിതാവ് എന്തു പറഞ്ഞോ അതുപോലെ ചെയ്യാൻ തയ്യാറായ യാക്കോബിൻ്റെ പേര് മാറി. അവൻ ഇസ്രായേലായി മാറി. ഹല്ലേലൂയ. അവൻ്റെ പൂർവ്വപിതാവായ ഇസഹാക്കിൻ്റെ അപ്പനായ അവൻ അബ്രഹാം
അവന് വേണ്ടി പറഞ്ഞിരിക്കുന്ന അവൻ്റെ മേലുള്ള അനുഗ്രഹങ്ങൾ ഇതാ അടുത്ത തലമുറയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരുവൻ തൻ്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുമ്പോൾ, ആമേൻ, ദൈവം വെച്ച അനുഗ്രഹങ്ങൾ തൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിലൂടെ ഒരുവനിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കണം. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിനെ ഇസഹാക്ക് ആമേൻ അനുസരിച്ചു, അവൻ അനുഗ്രഹിക്കപ്പെട്ടു. എവിടെ അനുസരിച്ചത്? അവനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ ഒരു വാക്കുപോലും പറയാതെ, തൻ്റെ ജീവൻ എന്ത് സംഭവിക്കുമെന്ന് പോലും ആലോചിക്കാതെ തൻ്റെ അപ്പനെ അനുസരിക്കുന്ന ഒരു പുത്രനെ അവിടെ കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ചില അപ്പന്മാരുടെ അനുഗ്രഹങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് പകൽ ചില അപ്പന്മാരുടെ അനുഗ്രഹങ്ങൾ അവൻ ചിലതിലേക്ക് കൈമാറുന്ന, ചിലതിലേക്ക് കൈമാറ്റം ചെയ്യുന്ന. ഹല്ലേലൂയ. ഇസഹാക്ക് പറഞ്ഞതുപോലെ തന്നെ യാക്കോബ് ചെയ്തു. എന്നാൽ അടുത്ത തലമുറ വരുമ്പോ ഈ യാക്കോബ് പറഞ്ഞത് പലതും അനുസരിക്കാത്ത പലരെ അവിടെ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ യാക്കോബ് പറഞ്ഞതിൽ പലതും അനുസരിക്കാത്തൊരു മക്കളും പല മക്കളെ അവിടെ കണ്ടു. നിങ്ങൾ വായിച്ചു നോക്കണം. എന്നാൽ ഒരുവൻ അപ്പൻ്റെ വാക്കും കേട്ട് സഹോദരന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ, ആമേൻ. എന്താന്ന് ചോദിച്ചാൽ പിന്നെ പെട്ട്. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളിവിടെ ഉണ്ടോ? ഹല്ലേലൂയ. യാക്കോബിന്റെ വാക്ക് കേട്ട് ജോസഫ് ഇറങ്ങിത്തിരിച്ചു തൻ്റെ സഹോദരങ്ങളിലേക്ക്. അപ്പൻ പറഞ്ഞതെന്താ? അവർക്കുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കുക. ആമേൻ. ഒന്നും പറയാതെ അവൻ ഇറങ്ങിത്തിരിച്ചു. പക്ഷേ അവൻ എങ്ങോട്ടാ? വലിയ പ്രശ്നത്തിനകത്തേക്കാ ചെന്നത്. എന്നാൽ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ആമേൻ മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയായി മാറിയെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ ചില അപ്പന്മാരെ അനുസരിക്കുന്നതിലൂടെ, ആമേൻ, ഹല്ലേലൂയ, അപ്പന്മാരെ അനുസരിക്കുന്നതിലൂടെ ചില കൈമാറ്റങ്ങൾ, ഹല്ലേലൂയ, ചില കൈമാറ്റങ്ങൾ, ചില അനുഗ്രഹങ്ങൾ. ആമേൻ. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഏതെങ്കിലും നിലവാരങ്ങളിൽ ആമേൻ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അനുസരണക്കേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് ആമേൻ തടസ്സമാകരുത്. ഹല്ലേലൂയ, തടസ്സമാകരുത്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ഏറ്റുപറയുക. എൻ്റെ മാതാപിതാക്കളോട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ഇന്ന് പകൽ ഒരു വിടുതലിന്റെ ദിവസമാകട്ടെ. ഞാൻ പറയട്ടെ, ഇത് കേട്ടുകൊണ്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ആമേൻ. പൂർണ്ണമായി നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ മാതാവിനെ, പിതാവിനെ, അവർക്ക് ചിലപ്പം വിദ്യാഭ്യാസം കാണത്തില്ല, കഴിവ് കാണത്തില്ല, ആമേൻ, വലിയ മഹിമയൊന്നും കാണത്തില്ല. എന്നാൽ എവിടെങ്കിലുമൊക്കെ അപ്പനെയും അമ്മയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റുപറയുക. ഹൃദയം കൊണ്ട് ആമേൻ ഏറ്റുപറയുക. ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുക. കർത്താവേ ക്ഷമിക്കണമേ. അവൻ ഇത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാ. അവൻ കർത്താവേ ക്ഷമിക്കണമേ. അവൻ ഹൃദയം കൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ പപ്പയെ, എൻ്റെ അമ്മയെ, എൻ്റെ പിതാക്കന്മാരെ ഞാൻ ബഹുമാനിക്കാതിരുന്നത്, ഞാൻ സ്നേഹിക്കാതിരുന്നത്, ഞാൻ കരുതാതിരുന്നത്, അവർ വാക്കിന് വില കൊടുക്കാതിരുന്നത്, ഇന്ന് പകൽ ആരൊക്കെ ഹല്ലേലൂയ, ഇന്ന് പകൽ ഏതെങ്കിലും അനുഗ്രഹത്തിൻ്റെ തടസ്സത്തിന് കാരണമാകരുത്. ആമേൻ. അനുഗ്രഹത്തിൻ്റെ തടസ്സത്തിന് കാരണമാകരുത്. ഇന്ന് പകൽ ആരൊക്കെ ഏറ്റുപറയാൻ തയ്യാറാ? ഏറ്റുപറഞ്ഞാട്ടെ. ദൈവസ്ഥാനത്തിൽ ഏറ്റുപറഞ്ഞാട്ടെ. അവൻ ഒരു വിടുതലകത്തേക്ക് നിങ്ങൾ കയറുകയാണ്. ഒരു വിടുതലകത്തേക്ക് നിങ്ങൾ കയറുകയാണ്. ചില ശാപങ്ങൾ പൊട്ടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവൻ ചില ശാപങ്ങൾ പൊട്ടട്ടെ. അനുസരണക്കേടിൻ്റെ ശാപങ്ങൾ പൊട്ടട്ടെ. ഇന്ന് പകൽ അനുസരണക്കേടിൻ്റെ ശാപങ്ങൾ പൊട്ടട്ടെ. അനുസരണക്കേടിൻ്റെ ശാപങ്ങൾ.
ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, അവന്റെ ആത്മാവിനാൽ ചില ശാപങ്ങൾ പൊട്ടിമാറട്ടെ. ചില നന്മകൾക്ക് വിരോധമായി നിൽക്കുന്ന, ചില അനുഗ്രഹങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന, ആമേൻ, പിതാക്കന്മാരുടെ നന്മ അനുഭവിക്കാൻ കഴിയാതെ, പിതാക്കന്മാരുടെ നന്മ അനുഭവിക്കാൻ കഴിയാതെ, പിതൃഭവനത്തിന്റെ നന്മ അനുഭവിക്കാൻ കഴിയാതെ, അവൻ ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് ഇന്ന് പകൽ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ, അവൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില ശാപങ്ങൾ ഇപ്പോൾ അഴിയുന്നു. ചില ശാപങ്ങൾ ഇപ്പോൾ അഴിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളെ ഞാൻ ഇത് ഓർമ്മിപ്പിച്ച്, ദൈവവചനത്തിലൂടെ ഇത് ഓർമ്മിപ്പിച്ചതാണ്. ഹല്ലേലൂയ. നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും കൈവരേണ്ടതിന്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പം പറയാറുണ്ട്, അബ്രഹാമിൻ്റെ അനുഗ്രഹം വരട്ടെ എന്ന്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരെ അനുസരിക്കാതെ പോയത് അതിനൊരു കാരണമായി തീരരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളത് ഏറ്റുപറയണം. ആമേൻ, ഹല്ലേലൂയ. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ അനുഗ്രഹിക്കപ്പെടാൻ കാരണമുണ്ട്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും കാരണമുണ്ട്. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പം വിഷമിക്കേണ്ട. ക്രിസ്തുവിൽ സകല സൊല്യൂഷനും അവൻ വെച്ചിട്ടാണ് പോയേക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ സകല സൊല്യൂഷനും അവൻ നിനക്കുള്ള സകല വിഷയത്തിൻ്റെ പരിഹാരം. അവൻ കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അവൻ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അനുസരണക്കേട് ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അത് ഏറ്റുപറയാൻ തയ്യാറാകണം. ദൈവസ്ഥാനം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആമേൻ. ദൈവത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ തുറന്നു കൊടുക്കണം, തുറന്നു കൊടുക്കണം, തുറന്നു കൊടുക്കണം. കർത്താവേ, നീ പ്രവർത്തിക്കുക, എന്നെ കൊണ്ട് കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം ദൈവമക്കളെ. ആമേൻ. ഇതെന്താ സംഭവിക്കുന്നത്? യാക്കോബിൻ്റെ മേലൊരു അനുഗ്രഹം ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ, ആമേൻ. യാക്കോബിൻ്റെ സാഹചര്യം എന്താണ്? തൻ്റെ പിതാവ് തന്നെ അനുഗ്രഹിച്ചു വിട്ടു. എന്നാൽ യാക്കോബ് ഒരു പരിപാടി ചെയ്ത് നമുക്കറിയാം. അപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠനെ ഒന്ന് പറ്റിച്ചു. ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാമോ? അറിയാമെങ്കിൽ ധൈര്യമായിട്ട് കൈവക്കോ. ഹല്ലേലൂയ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. സമയമില്ലാത്തോണ്ടാ. ആമേൻ. യേശാവിനെ ആമേൻ, ആമേൻ, കളിപ്പിച്ചിട്ട്, ആമേൻ, എങ്ങനെ കളിപ്പിച്ചേ? കളിപ്പിച്ചു, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. പായസത്തിന് വേണ്ടി ആണോ? ആണോ? എന്തായാലും യാക്കോബ് ഒന്ന് പറ്റിച്ചു. നിങ്ങൾ പോയി വായിച്ചു നോക്കുക, നമുക്ക് സമയമില്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഹല്ലേലൂയ. ഇവനൊരു പേര് വീണു. എന്താ പേരെന്നറിയാമോ? കളിപ്പിക്കുന്ന ആൾക്ക് എന്താ പേരാ വീഴുന്നേ? ഉപായി എന്നൊരു പേര് വീണു, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഉപായി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം, അല്ലേ? നമ്മുടെ കൺവെട്ടത്തും നമ്മുടെ മുമ്പിലും നമ്മുടെ പരിസരത്തും ഒക്കെ ഉണ്ടാവാം. ആമേൻ. അതുകൊണ്ട് നമുക്ക് ഉപായി എന്തെന്ന് പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഇവൻ്റെ യാത്രയിൽ ഇവനൊരു എൻകൗണ്ടർ സംഭവിക്കുകയാണ്. ആമേൻ. എങ്ങോട്ടുള്ള യാത്രയിലാ? തൻ്റെ പിതാവ് പറഞ്ഞിട്ട് പോവുക. എങ്ങോട്ട്? തൻ്റെ മാതാവിൻ്റെ ഭവനത്തിലേക്ക്. ആമേൻ. അങ്ങോട്ടുള്ള യാത്രയിൽ ഇവൻ ക്ഷീണിതനായി ക്ഷീണിച്ചു നിൽക്കുകയാണ്. ക്ഷീണിച്ചൊരു സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ എങ്ങനെ കിടന്നുറങ്ങുന്നേ? ഒരു കല്ലെടുത്ത് തലേണയായി വെച്ച്
തൻ്റെ ക്ഷീണം തീർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനൊരു ദർശനം കാണുകയാ. എന്താ ആ ദർശനം? സ്വർഗത്തിൽ നിന്നൊരു കോവേണി, അതിൻ്റെ തല എന്താ? സ്വർഗത്തോളം, അറ്റമയുടെ ഭൂമിയോളം. ഹല്ലേലൂയ. അതിനകത്തൂടെ ആരാ കയറുന്നേ? ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണമായ ഒരു എൻകൗണ്ടർ അമേൻ യാക്കോബിന് സംഭവിക്കുന്നു. ദൂതന്മാർ, ഹല്ലേലൂയ. ഇന്ന് പകൽ അമേൻ സ്വർഗത്തിലേക്ക് കയറാൻ ഒരൊറ്റ കോവേണിയേ ഉള്ളൂ, അത് യേശുവാ. ഹല്ലേലൂയ. അവൻ്റെ എൻകൗണ്ടറിനകത്ത് ഇറങ്ങി വന്നത് ആരാ? നസ്രനായ യേശുവാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒറ്റ കാര്യം മാത്രം, നിനക്ക് അങ്ങോട്ട് കയറണമെങ്കിൽ ഒരു പാലം മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. 28 ആമേൻ 14 മുതൽ 13 മുതൽ. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും. ശ്രദ്ധിക്കണേ, എന്തോ ദൈവം പറഞ്ഞേ? അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്. എന്താണ്? യഹോവ നിന്ന് അരുളി ചെയ്തത്, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ എവിടെ കിടക്കുന്നേ? ഒരു സ്ഥലത്ത് ക്ഷീണിച്ച് അവശനായി കിടന്നുറങ്ങിയ അവൻ ഭയത്തോടെ കിടന്നുറങ്ങിയ. എങ്ങനെയാ ഭയം? ഇവൻ്റെ സഹോദരൻ ഇവനെ പുറകിലൂടെ ഒന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. സഹോദരനെ പറ്റിച്ചിട്ട് വന്ന് നിൽക്കുന്നതാ. ഹല്ലേലൂയ. ഞാൻ കിടക്കുന്ന ഭൂമിയെ, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് കൈവശമായി തരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തരുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ദൈവദാസൻ്റെ ഒരു സാക്ഷ്യം ഇതിനകത്തേക്ക് ദൈവാത്മാവിനെ കണക്ട് ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു ദൈവദാസനായിരിക്കും കർത്താവിൻ്റെ ദാസൻ ടിച്ചോ പാസ്റ്റർ. ആർക്കൊക്കെ അറിയാം? എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം അടൂരാണ്. ആമേൻ. ഹല്ലേലൂയ. അദ്ദേഹം, എൻ്റെ കൃത്യമായ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹം ഒരു മീറ്റിങ്ങിന് എന്തോ പോകുന്ന വഴിക്ക് എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ പെട്രോൾ തീർന്നു, സംതിങ് എന്തോ, പോലീസ് ഹെൽമെറ്റ് പൊട്ടി, അങ്ങനെ എന്തൊക്കെയോ ഒരു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയില്ല. അവൻ മുന്നോട്ട് പോകാൻ പൈസയില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ പൈസയില്ല. ഇദ്ദേഹം അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് വാവിട്ട് കരഞ്ഞു. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, അദ്ദേഹത്തിൻ്റെ സഭ ഇരിക്കുന്നത് അതിൻ്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. ലോകമറിയുന്ന, ലോകമുറ്റു നോക്കുന്ന ഉണർവായി ദൈവം അതിനെ മാറ്റി. ഹല്ലേലൂയ. അവൻ നിന്റെ കരച്ചിലുകൾ ഫയറായി മാറും. നിന്റെ കരച്ചിലുകൾ ഫയറായി മാറും. ചില സ്ഥലങ്ങളിൽ നീ നിന്ന് കരയുമ്പോൾ നീ അറിയത്തില്ല കേട്ടോ. ചിലത് നിന്റെ കൈവശമാക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ചിലയിടത്ത് നിന്ന് നീ കരയുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽ നീ നിസ്സഹായ അവസ്ഥയിലാണ് നിന്ന് കരയുന്നത്. എന്നാൽ നിന്റെ കരച്ചിലിനെ കാണുന്ന നീ പോലും മറന്നു പോകും കേട്ടോ. എന്നാൽ നിന്റെ കരച്ചിലിനെ തിരിച്ചറിയുന്ന, ആമേ, കാലഘട്ടങ്ങൾ അത് തെളിയിക്കും. അവൻ കാലങ്ങൾ അത് തെളിയിക്കും. ഇന്ന് പകൽ നീ കരയുന്നായിരിക്കാം. ഹല്ലേലൂയ. നീ കിടക്കുന്നത് നിനക്ക് അവകാശമായി. എനിക്കറിയാം ഇത് നിങ്ങൾ എത്രത്തോളം റിസീവ് ചെയ്യുമെന്ന്. നിങ്ങളുടെ സാഹചര്യങ്ങൾ പലതും എതിരായിരിക്കാം.
ഓരോ ദിവസവും കാര്യങ്ങൾ മൂർച്ഛിച്ച് പ്രശ്നത്തിനകത്തേക്കായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ആത്മാവ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, ചിലതിനെ കൈവശമാക്കുന്ന ഒരു സമയം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ അദൃശ്യ മണ്ഡലങ്ങളിൽ അത് നിനക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇന്ന് പകൽ ആത്മാവിൽ ആരൊക്കെ അതിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ അന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ദൈവം എനിക്ക് വേണ്ടി അങ്ങനെ തന്നെ ചെയ്യും. ഹല്ലേലൂയ. ചില കണ്ണുനീരുകളെ ദൈവം ഫയറാക്കി മാറ്റും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നയാ. ആമേൻ. ഹല്ലേലൂയ. നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ആമേൻ. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. താഴോട്ട് പറയുന്നു, നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. നീ എവിടെ കരഞ്ഞോ അവിടെ നിന്നെ അനുഗ്രഹത്തോടെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പകലത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായി വ്യാപരിക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ പറയുക, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്താണ്? സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിൽ നിന്ന് മാറി ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തോട് എവിടെ നിന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. എന്താണ്? എവിടെ നിന്നും നമ്മുടെ ഹൃദയം തുറക്കാം. എന്നാൽ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ലായിരുന്നു. പുരോഹിതൻ ദേവാലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷിക്കും, ജനം പുറത്ത് നിൽക്കണം. എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണത്തോടെ തിരശ്ശീല കീറി അവൻ ഏത് നേരത്തും കർത്താവിനോട് അടുത്തു ചെല്ലുവാനുള്ള ഒരു പ്രാഗൽഭ്യം ആർക്കുണ്ട്? നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ നാളുകളിൽ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യമാണ്. എന്നാൽ അത് വളരെ ശക്തമായി നിൽക്കുമ്പോൾ തന്നെ ചില സ്ഥലങ്ങൾ, ചില ഏരിയകൾ ദൈവത്തിൻ്റെ പോർട്ടലുകളാണ്. ആമേൻ. അതിനകത്ത് ചില പ്രത്യേകതകളുണ്ട്. ആമേൻ. എന്താണ്? ചില സ്ഥലങ്ങൾ ഫിസിക്കൽ, ഞാൻ പറയുന്നത് ഫിസിക്കലായുള്ള, നമുക്ക് എവിടെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഞാൻ പറയുമ്പോൾ തന്നെ ചില ഏരിയകൾ ദൈവത്തിൻ്റെ പോർട്ടലുകളാണ്. എന്ന് വച്ചാൽ പ്രത്യേകമായി ദൈവിക പ്രസൻസ് ഇറങ്ങി വരുന്ന സ്ഥലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് പല റീസണുകളുണ്ടാകാം, പല കാരണങ്ങളുണ്ടാകാം. ആമേൻ. എങ്ങനെ ഒരു സ്ഥലത്തെ ഒരു ദൈവിക പോർട്ടലാക്കി മാറ്റാം, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇരിക്കുന്ന സ്പേസ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ദൈവിക ആൾട്ടർ എന്നതിന് പറയും, ആൾട്ടർ. ആമേൻ. ഹല്ലേലൂയ.
എന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥലം ഉണ്ടാകണം ദൈവവുമായിട്ടിരിക്കാൻ. ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഞാൻ പറയുന്നൊരു വിഗ്രഹമായിട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ എടുക്കരുത്. ഹല്ലേലൂയ, ആമേൻ. ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ടാകണം. അതിനകത്ത് ചില സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, യാക്കോബ് വന്നു നിൽക്കുന്ന അങ്ങനെ ഒരു സ്ഥലത്താണ്. ഹല്ലേലൂയ. എന്താണ്? യാക്കോബ് വന്ന് നിൽക്കുന്നത് അങ്ങനെ ഒരു പ്ലേസിലാണ്. അത് ദൈവികമായ ഒരു പോർട്ടലാണ്. ആമേൻ. ആ സ്ഥലം നേരത്തെ എന്തായിരുന്നു? ലൂസ് എന്ന പേരിലായിരുന്നു. എന്നാൽ ഇന്ന് അത് അറിയപ്പെടുന്നത് ബേഥേലായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, ചില ഏരിയകളുമായി ദൈവാത്മാവ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുകയാണ്. ചില പ്ലേസുകളുമായി, ചില വ്യക്തികളുമായി, ചില എൻകൗണ്ടറിന് വേണ്ടി ആരൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് കണക്ട് ചെയ്യാൻ പോകുകയാണ്. ചില കൂട്ടിമുട്ടലുകൾ, ചില സ്പാർക്കുകൾ, ഹല്ലേലൂയ, ചില കൂട്ടിമുട്ടലുകൾ, ചില സ്ഥലങ്ങളിലെ കൂട്ടിമുട്ടലുകൾ, ചില സ്ഥലങ്ങളിൽ ഹല്ലേലൂയ, ചില പിതാക്കന്മാരുമായുള്ള കൂട്ടിമുട്ടലുകൾ. ഞാൻ ഈ പറയുന്നത് ഞാൻ ആത്മാവിൽ തെളിയിക്കാം. ചില കണക്ഷനകത്തേക്ക് നിങ്ങൾ കയറാൻ പോകുക. അവൻ എന്തൊക്കെ മിസ്സായത് ചില ആത്മാവിൽ കണക്ട് ആകാൻ പോകുക. എന്തൊക്കെ മിസ്സായത് മേഖലകൾ. നിന്റെ ലൈഫിൽ ചില മിസ്സായ ചില കണക്ഷനുകൾ ഇന്ന് പകൽ ആത്മാവിൽ റിസീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യാക്കോബ് വന്നുപെട്ടത് അങ്ങനത്തെ ഒരു മേഖലയിലാകട്ടോ, അങ്ങനത്തെ ഒരു സ്ഥലത്തല്ല പുള്ളി വന്നു കിടന്നത്. പുള്ളി അറിഞ്ഞില്ല അവിടെ എന്തോ സംഭവിച്ചേ. അവനൊരു എൻകൗണ്ടർ ഉണ്ടായി. ആമേൻ. ഇത് എന്തുകൊണ്ടൊരു ദൈവിക പോർട്ടലാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭവനമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിലായി മാറിയെന്ന് ഞാൻ വചനത്തിലൂടെ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിന്റെ പിതാക്കന്മാരുമായി ചിലത് കണക്ട് ആകട്ടോ. എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം എടുത്തു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നിങ്ങൾ ബൈബിളുള്ളവർ എടുക്കണം. അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. വായിച്ചാണ്ടേ. ബേഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. വീണ്ടും വായിക്കണം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ വാക്യം തൊട്ട്, 13-ന്റെ 2-ാമത്തെ വാക്യം തൊട്ട്. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും, ആമേൻ, ബേഥേലിനും ഹായ്ക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടാകിയിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ടൊരു സ്ഥലം പോർട്ടലായി മാറി? അവൻ തൻ്റെ അപ്പൻ്റെ അപ്പൻ ദൈവത്തിനു വേണ്ടി ആരാധിച്ച സ്ഥലങ്ങളാണിത്. ദൈവത്തിനു വേണ്ടി യാഗപീഠം പണിത സ്ഥലങ്ങളാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ചില പ്രാർത്ഥനകൾ, ചില ആരാധനകൾ പോർട്ടലുകളെ ഉണ്ടാക്കും.
ഹല്ലേലൂയ. ആമേൻ. ദൈവികമായ ഫിസിക്കൽ പോർട്ടലുകളെ ഉണ്ടാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആ സ്ഥലത്തിലേക്ക് യാക്കോബ് വന്നുപെട്ടത്. ആമേൻ, ഹല്ലേലൂയ. ആ സ്ഥലവുമായി ഇവൻ കണക്റ്റ് ആയപ്പോ ഇവന്റെ മേലൊരു എൻകൗണ്ടർ ഉണ്ടായി. ഹല്ലേലൂയ. ചില പിതാക്കന്മാരുടെ ചില മേഖലകളുമായി കണക്റ്റ് ആക്കാൻ അവൻ എവിടേക്കോ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നീ അറിഞ്ഞോ അറിയാതെയോ ചിലതിനകത്തേക്ക് ചെന്ന് ചാടും. അത് ദൈവത്താലുള്ളതാ. നീ അറിഞ്ഞോ അറിയാതെയോ ചിലത് നിങ്ങളിലേക്ക് ചെന്ന് ചാടും. ചിലത് ദൈവത്താലുള്ള എൻകൗണ്ടറിന് വേണ്ടി ചിലതിനകത്തേക്ക് നീ കയറാൻ പോകുകയാ. ഇന്ന് പകൽ ആരൊക്കെ വിശ്വസിക്കുന്നു? ആരൊക്കെ വിശ്വസിക്കാൻ തയ്യാറാ? ഹല്ലേലൂയ. ഏതൊക്കെ മിസ്സായ മേഖലയ്ക്കകത്ത് ഞാൻ ചില എൻകൗണ്ടറിനകത്തേക്ക് ഞാൻ കയറുന്നു. എവിടൊക്കെയോ എന്നെ കണക്ഷനകത്തു നിന്ന് വിട്ടു നിർത്തിയതാ. എൻ്റെ പിതാവുമായി, എൻ്റെ മാതാവുമായി അവൻ നഷ്ടപ്പെട്ട കണക്ഷനുകൾ തിരികെ വരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. നീ ചില അനുഗ്രഹത്തിനകത്തേക്ക് കയറും. ചില കണക്ഷനകത്തേക്ക് നീ കയറുമ്പോ, ചിലതിനകത്തേക്ക് നീ എൻകൗണ്ടർ ചെയ്യുമ്പോ, ചിലതിനകത്തേക്ക് നീ സ്റ്റെപ്പ് വയ്ക്കുമ്പോ, അസാധാരണ മൂവിനകത്തേക്ക് ഹല്ലേലൂയ. പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ, ആമേൻ, പിതാക്കന്മാരുടെ കൈമാറ്റങ്ങൾ, അവരിലുള്ള നിനക്ക് സംഭവിക്കേണ്ട നന്മകൾ. ഹല്ലേലൂയ. പിശാച് അപഹരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. സത്യം നീ അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇന്ന് പകൽ ആ കണക്ഷനകത്തേക്ക് ദൈവാത്മാവ് നിങ്ങളെ കയറ്റട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ തീരുമാനിച്ച ദൈവം തന്ന ചിന്തയാണ് ഇങ്ങനെ സാമ്പത്തിക വിഷയത്തെപ്പറ്റി സഭയിൽ പറയണമെന്നും അമ്മൻ അതിനെപ്പറ്റി സംസാരിക്കണമെന്നും. ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ സാധാരണഗതിയിൽ ഒരു ഐഡിയ ഉണ്ട്, എന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊക്കെ. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവം എന്നെ റൂട്ട് മാറ്റുന്നത് പോലെ തോന്നി. സത്യമാണ് പറയുന്നത്. ഈ ഭാഗം ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ഇതുവരെയും ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുമില്ല. ഹല്ലേലൂയ. പിതാക്കന്മാരുള്ള കൈമാറ്റപ്പെടുന്ന ചില ദൈവിക നന്മകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിൽ ഞാനിത് വായിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവാത്മാവ് എൻ്റെ മനസ്സിലേക്ക് തന്നു. വീണ്ടും ഉറപ്പിക്കുന്നതിന് വേണ്ടി ദൈവം എനിക്കറിയത്തില്ല, നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത് നമ്മളറിയത്തില്ല. ചില എന്തൊക്കെയോ ചില കണക്ഷൻസുകളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണെന്ന് ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ പിതാവിനെ സ്വപ്നം കണ്ടു. ആമേൻ. ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാൻ ഇന്നലെ രാത്രി 3 മണി വരെയും എൻ്റെ ചിന്തയിലില്ലാത്തതാ. 2 മണിക്ക് ശേഷം ആണ് ദൈവം എൻ്റെ മനസ്സിലേക്ക് തരുന്നത്. ഞാൻ ഈ സാക്ഷ്യം പറയണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഉറപ്പിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. പിതാക്കന്മാരുള്ള ചില കൈമാറ്റങ്ങൾ. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ കൈമാറേണ്ട ചില അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ലോകപ്രകാരം പിതാവില്ലായിരിക്കാം, ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, അവർ ജീവിച്ച കാലഘട്ടങ്ങളിൽ അവരിലൂടെ നമുക്ക് കൈമാറ്റപ്പെടേണ്ട ചില നന്മകളുണ്ട്.
ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അവരോട് നമ്മൾ റിബല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരോട് നമ്മൾ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ മാതാവിനോടോ പിതാവിനോടോ ഒക്കെ അവൻ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ദൈവാത്മാവിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ സ്വപ്നം കാണുമ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞു. കാരണം ഞാൻ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാ. ഹല്ലേലൂയ. അതിന് ശേഷം എൻ്റെ കയ്യിലൊരു സാധനം തന്നിട്ട് പോയി. ഞാൻ ഇപ്പോഴും പറയട്ടെ, നമ്മൾ നിങ്ങൾ മരിച്ച ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് പിശാചാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഒരിക്കലും മരിച്ച ആൾ നമ്മുടെ മുമ്പിലേക്ക് വരത്തില്ല. പക്ഷേ ദൈവം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലൂടെയാണ് ചിലത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അമ്മേ, അതെൻ്റെ പിതാവാകണമെന്നില്ല. അമ്മേ, ദൈവം തൻ്റെ ദൂതന്മാരെ വിടുന്നത് അമേൻ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അവിടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ അവിടെ ഹൃദയം പൊടിയും. സത്യമല്ലേ? ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നുറുങ്ങും. ആമേൻ, ഹല്ലേലൂയ. എനിക്കറിയാം ദൈവത്തിന് എന്തോ എന്നോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് എന്തോ ഒന്ന് കൈമാറാനുണ്ടായിരുന്നു. പിതാവ് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ പിതാവിനെ എതിർത്തൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് അദ്ദേഹം ചെയ്ത ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പിതാക്കന്മാരുടെ നന്മകൾ നമുക്ക് വരണം. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ വളരെ സീരിയസ് ആയി എടുക്കണം. വളരെ സീരിയസ് ആയ കാര്യമാണ്. അനുഗ്രഹിക്കപ്പെടാൻ കാരണമുണ്ട്. അനുഗ്രഹിക്കപ്പെടാൻ കാരണമുണ്ട്.